നമ്മളുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 20-ാം അധ്യായം 25-ാമത്തെ വാക്യം. കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ. Render to Caesar the things that are Caesar's, and to God the things that are God's. ഓഗസ്റ്റ് 15-ാം തീയതി രാഷ്ട്രമായിട്ട് ഇൻഡിപെൻഡൻസ് ഡേ കൊണ്ടാടുവാനായിട്ട് ഒരുങ്ങുന്ന അവസരമാണ്. അതുകൊണ്ട് ഇന്നത്തെ നമ്മളുടെ ചിന്തയ്ക്ക് ആധാരമായി ഈ വാക്യം തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ നമ്മളുടെ ചിന്ത കേന്ദ്രീകരിക്കണം എന്നാഗ്രഹിക്കുന്നതായുള്ള വിഷയം ഇപ്രകാരമാണ്: രാഷ്ട്രനിർമ്മിതിയിൽ ക്രൈസ്തവ ഭാഗഭാഗിത്വം. രാഷ്ട്രനിർമ്മിതിയിൽ ക്രൈസ്തവ ഭാഗഭാഗിത്വം. നാം വായിച്ചതായുള്ള വേദഭാഗം കർത്താവായ യേശുക്രിസ്തുവിനെ വാക്കിൽ കൊടുക്കുവാനായി അന്നുണ്ടായിരുന്ന പരീശന്മാരും മതപുരോഹിതന്മാരുമെല്ലാം ഒറ്റിക്കൊടുക്കുന്നതായുള്ള ആളുകളെ കർത്താവിൻ്റെ അടുത്തേക്ക് അയക്കുകയും അവ ചോദിക്കുകയും ചെയ്യുന്നതായുള്ള ചോദ്യമാണ്: കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ? അപ്പോൾ കർത്താവ് അവരോട് പറയുന്നുണ്ട്, നിങ്ങളൊരു നാണയം കൊണ്ടുവന്നേ. അത് കൊണ്ടുവന്ന അവസരത്തിൽ കർത്താവ് ചോദിക്കുന്നുണ്ട്, അതിൽ ഉള്ളതായിട്ടുള്ള മേലെഴുത്ത് എന്താണ്? അതിൻ്റെ സ്വരൂപം എന്താണ്? അത് കൈസറുടേതാണ് എന്ന് പറഞ്ഞ അവസരത്തിൽ കർത്താവ് മറുപടിയായിട്ട് പറയുകയാണ്, കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ. ഇന്ന് ഈ വേദഭാഗം ചിന്തിക്കുന്ന അവസരത്തിൽ നാം രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുണ്ട്. ഒന്ന്, നാം എല്ലാവരും ആത്യന്തികമായിട്ട് ദൈവത്തിനുള്ളവരാണ്. രണ്ടാമതായിട്ട്, ദൈവത്തിനുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിയിൽ നമുക്കൊരു ഭാഗഭാഗിത്വമുണ്ട്. ഇത് രണ്ടും വളരെ വ്യക്തമായിട്ട് നാം തിരിച്ചറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. നാം നിലനിൽക്കുന്നതായുള്ള രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ പുരോഗതിക്കും നമുക്ക് ഭാഗഭാഗിത്വമുണ്ട്. അതേ അവസരത്തിൽ തന്നെ സാമൂഹിക രാഷ്ട്രീയ ബോധ്യങ്ങളിൽ നിന്ന് വിശ്വാസികൾക്കൊരിക്കലും വഴിമാറി സഞ്ചരിക്കുന്നതിനായിട്ട് കഴിയുകയുമില്ല. ഈ ഭാഗത്ത് നിന്ന് 3 സാലിയൻ ഫീച്ചേഴ്സ് നമ്മുടെ ചിന്തയിൽ കൊണ്ടുവരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമ്മളുടെ ജീവിതത്തെ മുറിച്ച് കൊടുക്കാതെ, നൽകാതെ രാഷ്ട്ര പുരോഗതിയിൽ നമുക്ക് ഭാഗഭാഗിത്വം വഹിക്കുന്നതിനായിട്ട് കഴിയുകയില്ല. നൽകുക എന്ന് പറയുന്നത്, ഗിവിങ് എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ വെർച്യു ആണ്. ഇതിൻ്റെ മകുടോദാഹരണം നാം കാണുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ തന്നെയാണ്. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് നൽകുകയാണ്. ആ പുത്രൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി കാൽവറിയിൽ പരമയാഗമായിട്ട് തീരുകയാണ്. യാതൊരു കലവറയും കൂടാതെ നൽകുന്നതിൽ താല്പര്യപ്പെടുന്നതായിട്ടുള്ള സൃഷ്ടാവായുള്ള ദൈവവും ആ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചതായിട്ടുള്ള നമ്മുടെ രക്ഷിതാവും കർത്താവുമായിട്ടുള്ള യേശു നൽകുക. എത്രമാത്രം നൽകുന്നതിൽ നാം താല്പര്യപ്പെടുന്നു എന്നത് ദൈവസന്നിധിയിൽ നാം തന്നെ പരിശോധിക്കേണ്ടതായിട്ടുള്ള ചോദ്യമാണ്. നാം ഈ ലോകത്തിൽ ജീവിക്കുന്ന അവസരത്തിൽ നാം കൈകാര്യം ചെയ്യുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് ഭൗതികമായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ആ നൽകപ്പെട്ടിരിക്കുന്നതിൻ്റെ വിനിയോഗം എങ്ങനെയാണ്? നൽകപ്പെട്ടിരിക്കുന്നതിൻ്റെ വിനിയോഗം എങ്ങനെയാണ്? നമുക്കെല്ലാവർക്കും പരിമിതമായിട്ടുള്ള വരുമാനമൊക്കെയാണുള്ളത്. ആ ഉള്ള വരുമാനത്തിൽ എങ്ങനെയാണ് നൽകുവാനായിട്ട് മനസ്സൊരുക്കമുള്ളവരായി തീരുവാനിടയാവുന്നത്? ഇത് കഴിഞ്ഞുള്ള വേദഭാഗത്ത് നിന്ന് വായിക്കുന്നുണ്ട്. യേശു അവിടെ ഇരിക്കുമ്പോൾ, ദേവാലയത്തിൻ്റെ പരിസരത്തായിരിക്കുമ്പോൾ തലപൊക്കി നോക്കി. അപ്പോൾ അവിടെ പല ആളുകൾ വന്ന് അവരുടെ ദാനധർമ്മങ്ങൾ ഇടുന്നത് കാണുകയുണ്ടായി. എന്നിട്ട് വളരെ സ്പെസിഫിക്കായിട്ട് പറയുകയാണ്, ഒരു വിധവയായിട്ടുള്ള സ്ത്രീ അവിടേക്ക് വന്നു. അവൾ ദരിദ്ര കൂടിയാണ്.
പാവപ്പെട്ടവളാണ്, ഒന്നുമില്ല. അവളുടെ ഉപജീവനത്തിലുണ്ടായിരുന്ന 2 കാശും കൊണ്ട് അവൾ ഇട്ടിട്ട് പോവുകയാണ്. യാതൊരു പരസ്യവുമില്ല, യാതൊരു ഒച്ചപ്പാടുമില്ല. അവൾ അവളുടെ കർത്തവ്യം നിർവഹിച്ചതിന് ശേഷം പോവുകയാണ്. അത് കണ്ടതായല്ല കർത്താവ് പറയുന്നു, ഇവരെക്കാൾ എല്ലാം അധികം ഇട്ടിരിക്കുന്നത് അവളാണ്. നാം എത്ര കൊടുക്കുന്നു, എങ്ങനെ കൊടുക്കുന്നു എന്നൊക്കെ ഉള്ളതിനെ അളക്കുന്നത് ദൈവം തമ്പുരാനാണ്. എന്നാൽ നമ്മോടെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്, ദൈവം നിങ്ങൾക്ക് നൽകുന്നതിന് നിങ്ങൾ നൽകേണ്ടത്, വിനിയോഗിക്കേണ്ടത് ആവശ്യമാണ് എന്നത്. ഞാൻ ആദ്യമേ തന്നെ പറയുകയുണ്ട്, ആത്യന്തികമായിട്ട് എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് നാം ദൈവത്തിനുള്ളവരാണ്. ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ച് ഉണ്മയിലേക്ക് വരുത്തിയിരിക്കുന്നത്. ദൈവമാണ് ഈ മനുഷ്യായുസ്സിനെ നിയന്ത്രിക്കുന്നത്. ദൈവമാണ് ഈ മനുഷ്യായുസ്സിനെ തനിക്ക് പ്രസാദം തോന്നുന്ന അവസരത്തിൽ തൻ്റെ സന്നിധിയിലേക്ക് എടുക്കുകയും ചെയ്യുന്നത്. ആത്യന്തികമായിട്ട് നാം ദൈവത്തിനുള്ളവരാണ്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം നാം വായിക്കുന്ന അവസരത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഒരു ശമരിയക്കാരത്തെ സ്ത്രീയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അവളോട് വളരെ വ്യക്തമായിട്ട് യേശു പറയുന്നത്, നീ ദൈവത്തിൻ്റെ ദാനമാണ് എന്നത് നീ അറിയണം. നീ ദൈവത്തിൻ്റെ ദാനമാണ് എന്നത് അറിയണം. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നതായുള്ള സഹോദര സഹോദരികളെ, ദൈവം നമ്മോടെ പറയുന്നത് നാം ദൈവത്തിൻ്റേതാണ്. ആത്യന്തികമായിട്ട് യാതൊരു സംശയമില്ല, മുഴുവൻ ദൈവത്തിൻ്റേതാണ്. ശമരിയക്കാരത്തി സ്ത്രീയുടെ ജീവിതത്തെക്കുറിച്ച് നാം വായിക്കുന്ന അവസരത്തിൽ ലോകത്തിൻ്റേതായുള്ള സമ്മർദ്ദങ്ങൾ, ഭൗതികമായുള്ള കാര്യങ്ങൾ, അതിലെല്ലാം തൻ്റെ ജീവിതത്തെ ചെലവിടുന്നതിൽ താല്പര്യപ്പെട്ടതായുള്ള ഒരു വ്യക്തിയായിട്ടാണ് ആ ശമരിയക്കാരത്തി സ്ത്രീയെ കാണുന്നത്. ആത്മീയമായുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന അവസരത്തിൽ കർത്താവ് അവളോട് പറയുന്നുണ്ട്, നീ പോയി നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വാ. അവൾ പറയുന്നു, എനിക്ക് ഭർത്താവില്ല. യേശു പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. 1 അല്ല 2 അല്ല 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോഴുള്ളവനും നിൻ്റേതല്ല. നീ പറഞ്ഞത് ശരിയാണ്, നിനക്കിപ്പോൾ ഭർത്താവില്ല. എന്നാൽ നിൻ്റെ ജീവിതത്തെ നീ എങ്ങനെ വിനിയോഗിച്ചു എന്നത് വ്യക്തമായിട്ട് അറിയാവുന്നതായിട്ട് കർത്താവ് പറയുകയാണ്, നിനക്ക് ഈ ഭൗതികമായുള്ള കാര്യങ്ങളിൽ, ലോകത്തിൻ്റേതായുള്ള ഇച്ഛകളിൽ വളരെയധികം മനസ്സ് മയങ്ങി ജീവിക്കുന്നതിനായിട്ടുള്ള താല്പര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നിൻ്റെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്നതല്ല. ആത്യന്തികമായിട്ട് നിൻ്റെ ജീവിതത്തിന് ആവശ്യമുള്ളത് എന്ത് എന്നത് കണ്ടെത്തുക എന്നതത്രേ. അതുകൊണ്ടാണ് ദൈവം അവളോട് പറയുന്നത്, നീ ദൈവത്തിൻ്റെ ദാനമാണ്. ഇത് നീ തിരിച്ചറിയണം. നിന്നോട് വെള്ളം ചോദിക്കുന്നതായുള്ള ഞാൻ ആരാണ് എന്നും, നീ എന്നോട് കുടിപ്പാനായിട്ടുള്ള ജലം ചോദിച്ചാൽ നിനക്ക് ജീവനുള്ള ജലം തന്നെ നൽകുവാനായിട്ട് കഴിയുമെന്നും നീ അറിയേണ്ടത് ആവശ്യമാകുന്നു എന്നത് അവളോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ദൈവത്തിനുള്ള നമ്മുടെ ജീവിതത്തെ മുഴുവനായിട്ട് ദൈവകരങ്ങൾ സമർപ്പിക്കാനായിട്ട് കഴിയുമോ? അതിന് പകരമായിട്ട് മറ്റൊന്നും കൊടുക്കുവാനായിട്ട് കഴിയുകയില്ല. നാം പലപ്പോഴും നമ്മുടെ ഹാർഡ് ആൻഡ് മണിയെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കിയതായുള്ള പണമാണ്, വിയർത്ത് ഒഴുകി ഞാൻ അധ്വാനിച്ചതിന് ഫലമായിട്ട് എനിക്ക് ലഭിച്ചിരിക്കുന്നതാണ് ഈ സമ്പത്ത് എന്ന് പറയുന്നത്. പണം, സമയം, കഴിവ്, സമ്പത്ത്, ഇവരെല്ലാം നാം ഗ്രഹവിചാരകർ മാത്രമാണ്. അതാണ് രണ്ടാമത് നാം പഠിക്കേണ്ടതായിട്ടുള്ള പാഠം. നാം ഗ്രഹവിചാരകരാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച്. കർത്താവ് തന്നെ രൂപന്മാർ പറയുകയുണ്ടായി, 5 താലന്ത്, 2 താലന്ത്, 1 താലന്തൊക്കെ ലഭിച്ചതായുള്ള ആളുകളെക്കുറിച്ച്. ആദ്യത്തെ 2 ആളുകൾ ആ താലന്തുകൾ ഉപയോഗിച്ചു. നീ എനിക്ക് 5 താലന്തല്ലോ തന്നത്, ഞാനിത് 5 കൂടെ നേടിയിരിക്കുന്നു, നിൻ്റെ ഇത് എടുത്തുകൊള്ളുക. എല്ലാം ദൈവത്തിൻ്റേതാണ്. ദൈവം തന്നതായുള്ള കഴിവ് ഉപയോഗിച്ച് ഞാൻ സമ്പാദിച്ചതായുള്ള കാര്യങ്ങളാണ്, നിൻ്റേതാണ്, എടുത്തുകൊള്ളുക. അപ്പോൾ കർത്താവ് മറുപടിയായിട്ട് പറയുന്നു, അല്ലെങ്കിൽ ഉപമയിലൂടെ കർത്താവ് പറയുന്നു, നല്ലവനും വിശ്വസ്തനുമായുള്ള ദാസനെ, നീ അല്പത്തിൽ വിചാരകനായിരുന്നു, ഞാൻ നിൻ്റെ അധികത്തിനെ വിചാരകനാക്കി തീർക്കും.
ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം കൂടുതൽ സമ്പാദിക്കണമെന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? കൂടുതൽ സമ്പാദിക്കും തോറും കൂടുതൽ കാര്യങ്ങളിൽ നാം ഗ്രഹവിചാരകരായിട്ട് മാറുകയാണ്. കണക്ക് ബോധിപ്പിക്കാനായിട്ടുണ്ട്. ഒരു താലന്ത് ലഭിച്ചതായുള്ള മനുഷ്യന് ആരാണ് ഗ്രഹവിചാരകൻ, ആരാണ് യജമാനൻ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു ഡെഫിനേഷനൊക്കെ അവിടെ പറയുന്നുണ്ട്. നീ വിതയ്ക്കാത്തന്ന് കൊയ്യുന്നതായിട്ട്, വിതകാത്തുനിന്ന് കൊയ്യുന്നതായുള്ള ആളാണ്. നീ ഒരു കഠിന മനുഷ്യനാണ്, അതുകൊണ്ട് ഞാൻ നിൻ്റെ ദ്രവ്യം കൊണ്ടുപോയി ഭൂമിയിൽ കുഴിച്ചിട്ടു, നിൻ്റേതായി എടുത്തുകൊള്ളുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ കൊടുക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അപ്പോൾ കർത്താവെ അവനെ വിളിക്കുന്നതായ വിളി, ദുഷ്ടനും മടിയനുമായ ദാസനെ, നീ ഇത് ആരെങ്കിലും ഏൽപ്പിക്കേണ്ടതായിരുന്നു, ഇത് ഉപയോഗിക്കേണ്ടതായിരുന്നു, ഇത് വളരെ ഉപയോഗിച്ച് വികസിപ്പിക്കുവാൻ തക്കവണ്ണം, വിപുലപ്പെടുത്തുവാൻ തക്കവണ്ണം സാധിക്കേണ്ടതായിരുന്നു. നമ്മളുടെ ജീവിതവും നമുക്ക് ലഭിച്ചിരിക്കുന്നതായ സമയവും എല്ലാം തന്നെ അതുപോലെ വിനിയോഗിക്കുവാനായിട്ടുള്ളതാണ്. How do you live? How do you transact certain things that are given to you by God? How do you live? ദൈവസ്ഥാനത്തിൽ കണക്ക് ബോധിപ്പിക്കുന്നതിനായിട്ടുള്ളവരാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുന്ന അവസരത്തിലാണ് ജീവിതത്തെ ഗൗരവമായിട്ട് കാണുകയും നമ്മളുടെ വിനിയോഗത്തെ അപ്രകാരം ക്രമീകരിപ്പാൻ തക്കവണ്ണം ശ്രമിക്കുകയും ചെയ്യുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി, അതിനെ യോഗ്യതയുള്ളവരായി തീരുവാനായിട്ടാണ് നാം ആഗ്രഹിക്കുന്നത്. മൂന്നാമതായിട്ട്, ഈ ലോകത്തിൽ നാം ജീവിക്കുന്നതായുള്ള അവസരത്തിൽ ആദ്യം ഞാൻ പറഞ്ഞു ഗിവിങ് ഇസ് എ വെർച്യു. രണ്ടാമത് ഞാൻ പറഞ്ഞു നാം ഗ്രഹവിചാരകരാണ്. മൂന്നാമതായിട്ട് പ്രിസർവിങ് ലൈഫ് ഈസ് a divine task, a mission that is given to us. Preserving life. മനുഷ്യസ്നേഹി എന്ന് പറയുന്നതായുള്ള ഒരു ചെറിയ ഗ്രന്ഥത്തിൽ വളരെ വേഗം ഐസിയുലേക്ക് കയറിപ്പോകുന്നതായുള്ളൊരു ഡോക്ടറെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. അകത്ത് ഐസിയിലെ ഒരു രോഗി കിടക്കുകയാണ്. രോഗം മൂർച്ഛിച്ചതായുള്ള അവസരത്തിൽ അദ്ദേഹം മരിക്കുന്നു. പിന്നെ നമുക്ക് ജഡമെന്നോ ഭൗതിക ശരീരമെന്നൊക്കെ പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നാൽ എന്തിനാണ് ഓടിപ്പോയത്? അവരെല്ലാം കൂടെ ആ ജീവിതത്തെ ഒന്ന് റിവൈവ് ചെയ്യുന്നതിനായിട്ടാണ്. ആൻഡ് ദേ സക്സീഡഡ് ഇൻ ഇറ്റ്. അപ്പോൾ ഒരു ചിന്താധാരയായിട്ട് പറയുന്നുണ്ട്, ആ നിൽക്കുന്നതായുള്ള ആളുകൾ ഒരാൾ രക്ഷകനാണ്. രക്ഷണ്യ പ്രവർത്തനത്തിലെ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം നമ്മെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നു എന്നത് മനസ്സിലാക്കാനായിട്ട് കഴിയുമോ? ഫോർ ദ റിഡീമിങ് ആക്ടിവിറ്റി ഓഫ് ഗാഡ്. കർത്താവ് പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ. ജീവിതത്തിൻ്റെ നീക്കി ബാക്കി എത്ര എന്നത് കണക്കാക്കുകയല്ല, പിന്നെയോ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും എങ്ങനെ നാം വിനിയോഗിക്കുവാൻ ഇടയായി തീർന്നു എന്നത് ദൈവസന്നിധിയിൽ ഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയാകുക അത്രേ. എൻ്റെ മാതാപിതാക്കളിരിപ്പുണ്ട്. നിങ്ങൾക്ക് ജനിച്ചതായുള്ള കുഞ്ഞുങ്ങൾ, ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം നിങ്ങൾ പറയും, എൻ്റെ കുഞ്ഞാണ്, ഞങ്ങളുടെ കുഞ്ഞാണ്, സ്വന്തമാണ്. മുഹമ്മദ് ബഷീറിനെ കുറിച്ച് ഇപ്രകാരം വായിക്കുന്നതിനിടയായിട്ട് തീർന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു എഴുത്തുകാരൻ മാത്രമല്ല, അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ താല്പര്യപ്പെട്ടിരുന്ന ഒരാളാണ്. അവൻ്റെ ചെറുപ്രായത്തിൽ, യൗവനപ്രായത്തിൽ അദ്ദേഹം ഒരിക്കൽ ഈ പാർട്ടിയുടെയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീട് വിട്ട് പോയി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് മടങ്ങി വരുന്നതിനൊക്കെ ഇടയാകുന്നത്. അങ്ങനെ പോയി കുറച്ച് ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വന്നത് രാത്രിയിലാണ്.
രാത്രിയിൽ മടങ്ങി വന്നതായുള്ള അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തിന് നല്ലൊരു ഭക്ഷണം നൽകി. അപ്പോൾ അദ്ദേഹം തിരിച്ച് ചോദിക്കുന്നത്, ഭക്ഷണം കഴിച്ചുകൊണ്ട് സ്വാദിഷ്ടമായുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഉമ്മയോട് തിരിച്ച് ചോദിക്കുന്നു, ഉമ്മേ, ഞാൻ ഇന്ന് വരുമെന്ന് ഉമ്മയ്ക്കറിയാമായിരുന്നു. അപ്പോൾ ഉമ്മയുടെ മറുപടി, മോനെ, നീ എന്നെ ഈ വീട്ടിൽ നിന്ന് പോയോ അന്ന് മുതൽ എല്ലാ ദിവസവും വൈകിട്ട് നിനക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. നോട്ട് ഓൺലി ടുഡേ, ഈവൻ യെസ്റ്റർഡേ ഓർ ദ ഡേ ബിഫോർ, I have been waiting for you to come back. ഇതാണ് ദൈവവുമായുള്ള ബന്ധത്തിൽ നമുക്ക് കാണപ്പെടുവാൻ കൊണ്ടിടയാവുന്നത്. അംബ്ലിക്കൽ കോഡ് എന്താണെന്നറിയാം. അത് മുറിക്കുമ്പോഴാണ് മറ്റൊരാളെ ജീവനുള്ള ദേഹിയായിട്ടൊക്കെ തീരുന്നത്. എന്നാൽ മുറിക്കപ്പെട്ടാലും മുറിക്കപ്പെടാത്തതായുള്ളൊരു അംബ്ലിക്കൽ റിലേഷൻഷിപ്പ് ജീവിതത്തിൽ അവശേഷിക്കുന്നു എന്ന് പറയുന്നത്, ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിച്ചതായിട്ടുള്ള കുഞ്ഞാണ്, ഞാൻ ഈ കുഞ്ഞിനെ നോക്കി നോക്കി വളർത്തിയതായിട്ടുള്ളൊരു കുഞ്ഞാണ് എന്ന് പറയുവാനായിട്ട് ഇടയാകുമ്പോഴാണ്. കഴിഞ്ഞ ദിനപത്രത്തിൽ ഞാനും നിങ്ങളും എല്ലാം വായിച്ചു കാണും. കാഞ്ഞങ്ങോട് എന്ന് പറയുന്ന മലബാറിലെ അങ്ങേറ്റത്ത് കാസർഗോഡിനടുത്തുള്ളതായിട്ടുള്ളൊരു സ്ഥലത്ത് ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള അനിൽ കൃഷ്ണന് 11ാം ക്ലാസ്സിലെ കുറേ വിദ്യാർത്ഥികളെല്ലാം കൂടി ചേർന്ന് അവരുടെ വിദ്വേഷം തീർക്കേണ്ടതിന് അവനെ തല്ലി ചതച്ച് വഴിയിലിട്ടു. പലപ്പോഴും നമ്മളുടെ വിദ്വേഷം തീർക്കുവാൻ തക്കവണ്ണം മനുഷ്യ ജീവനെ നശിപ്പിക്കുന്നത് പ്രവണതയായിട്ട് തോന്നിയിട്ടുണ്ട്. ഏത് ദിനപത്രം എടുത്ത് ചോദിക്കോ, ഒന്നല്ല രണ്ടെണ്ണം മറ്റുള്ളവരുടെ ക്രൂരമായുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി മരിക്കേണ്ടി വരുന്ന, ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നതായുള്ള ചരിത്രങ്ങളാണ് വായിക്കുവാനായിട്ടിടയാവുന്നത്. പ്രിയരെ, ദൈവസന്നിധിയിൽ ചേർന്ന് വന്നിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ചോദിക്കാം, വേർ ഈസ് റെക്കൺസിലിയേഷൻ, വേർ ഈസ് ഫോർഗീവ്നെസ്? വിദ്വേഷത്തിന് പകരം സ്നേഹമാണ് ആവശ്യമെന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ടിടയാവുന്നുണ്ട്. അതനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഞാൻ സാറിന് ചോദിക്കുന്നതായുള്ളൊരു ചോദ്യമുണ്ട്. വെൻ വാസ് ദ ലാസ്റ്റ് ടൈം ദാറ്റ് യു ഗിവൺ ഫോർഗിവ്നെസ് ടു സമൺ? എന്നാണ് ഏറ്റവും അടുത്ത ഒരാൾക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ക്ഷമ നൽകുവാനായിട്ട് ഇടയായിത്തുന്നത്? എപ്പോഴാണ് ദേഷ്യം വന്നതെന്ന് ഞാൻ ചോദിച്ചില്ല. ദേഷ്യം വരാത്തതായുള്ള ദിവസം ചിലപ്പോൾ കാണുകയില്ല. ഒരു കാര്യത്തിന് അല്ലെങ്കിൽ വേറൊരു കാര്യത്തിന് ഈർഷ്യയുണ്ടാകും, പിണക്കമുണ്ടാകും, വിദ്വേഷമുണ്ടാകും. ദീസ് ആർ ഓൾ ക്വൈറ്റ് ഹ്യൂമൻ. തിരുമേനി പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പിണങ്ങിയിരിക്കുന്നതെന്ന് നാളെ പോയി പറഞ്ഞു കളയരുത്, അല്ല ഇന്ന് പോയി പറഞ്ഞു കളയരുത്. വി ആർ ഓൾ റിഡീംഡ് പീപ്പിൾ ടു ഫോർഗീവ് അതേഴ്സ്. അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഫോർഗീവ്നെസ് ആണ് നമ്മളുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അനുരഞ്ജനം സാധ്യമായിട്ട് തീരുന്നത്. റെക്കൺസിലിയേഷൻ ഈസ് പോസിബിൾ ഓൺലി വെൻ യു ക്യാൻ ഫോർഗെറ്റ് ആൻഡ് ഫോർഗീവ്. ഫോർഗെറ്റ് ആൻഡ് ഫോർഗീവ് എന്നേക്കുമായിട്ട് തുടച്ച് മായച്ച് കളയാൻ കഴിയുന്നതല്ല. കർത്താവ് പോലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുമ്പോഴും വെച്ചുകൊണ്ടിരിക്കരുത്. സൂര്യൻ അസ്തമിക്കുമ്പോൾ പറഞ്ഞു തീർത്തേക്കണം. Can we practice that? രാഷ്ട്ര നിർമ്മിതിയിൽ നമുക്കുള്ള ഭാഗഭാഗത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടുള്ള അവസരമാണ്. 3 കാര്യങ്ങൾ ഞാൻ പറയുന്നതിനായിട്ട് ശ്രമിച്ചു. ഒന്ന്, ഗിവിങ്, കൊടുക്കുക, നൽകുക എന്ന് പറയുന്നത് ആവശ്യമാണ്. 2, ഞാൻ പറയുകയുണ്ടായത് സ്റ്റുവാർഷിപ്പ് ഇൻ ഓൾ വാട്ട് ഗോഡ് ഹാസ് ഗിവൻ ടു us. ഗ്രഹവിചാരകത്വമുണ്ട്. 3-മതായിട്ട്
Preservation of life is very, very important. Preservation of life is very, very important. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്നതായുള്ളൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, നിൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിൻ്റെ സ്നേഹം നിൻ്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. When we believe in the incarnation of Jesus Christ, when we say that God so loved the world, let us understand that we are all redeemed to be God's children, living in this world with the spirit of reconciliation. Forgive, forgive, forgive. കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആയുസ്സിനായിട്ട് സ്തോത്രം. ഇത് നിൻ്റേതാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളെ ആക്കിയിരിക്കുന്നതായുള്ള രാഷ്ട്രത്തിനായിട്ടും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിയിൽ ഞങ്ങൾക്കൊരു ഭാഗഭാഗിത്വമുണ്ട് എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ എന്നത് പ്രാർത്ഥിക്കാം. അത് നമ്മളുടെ നൽകലിലൂടെയും ഗ്രഹവിചാരകത്തെക്കുറിച്ചുള്ള ബോധ്യത്തിലൂടെയും ജീവൻ സംരക്ഷിക്കുന്നതിലൂടെയും എല്ലാം ആ ഭാഗഭാഗിത്വം നിർവഹിപ്പാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ദൈവമായ കർത്താവേ, നിൻ്റെ വചനത്തെ ധ്യാനിക്കുവാൻ ഞങ്ങളെ സഹായിച്ചതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവിതത്തെ മുറിച്ച് നൽകുവാൻ, ജീവിതത്തിനുള്ളത് നൽകുവാൻ ഒക്കെ ഞങ്ങളെ ഓരോരുത്തരെയും അനുസരിക്കുമുള്ളവരാക്കി തീർക്കണമേ. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഗ്രഹവിചാരകത്തെക്കുറിച്ചുള്ള ബോധ്യം എപ്പോഴും ഞങ്ങൾ കാണപ്പെടണമേ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസ്യ നിലവിളിക്ക് യോഗ്യതയുള്ളവരായി തീരുവാനിടയാക്കണമേ. ജീവൻ്റെ സംരക്ഷണത്തിനായിട്ടാകുന്നു ഞങ്ങളെ ആക്കിയിരിക്കുന്നത് ഞങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങൾ ജീവിക്കുക മാത്രമല്ല മറ്റുള്ളവർക്കും ജീവിക്കുവാനായിട്ടുള്ള ഇടം നൽകുന്ന മനസ്സൊരുക്കം നൽകിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നതിലല്ല, ജീവൻ കാത്തു സൂക്ഷിക്കുവാൻ്റെ കോണം ഇടയായി തീരുന്നതിലൂടെ ദൈവം നിറവേറ്റുവാൻ ഞങ്ങളെല്ലാം പ്രാപ്തരാക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയയോടെ കേൾക്കണമേ.